കാലപ്പഴക്കത്തിൽ കാലന്റെ രൂപം ധരിച്ചു നിൽക്കുന്ന കെട്ടിടങ്ങൾ കേരളത്തിന് പലയിടത്തുമുണ്ട്. നമുക്ക് വയനാട്ടിലേക്കൊന്ന് പോകാം. വയനാട് മാനന്തവാടി നഗരത്തിലെ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം അപകടാവസ്ഥയിലാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ അടർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് യാത്രക്കാരും വ്യാപാരികളുമൊക്കെ അതിന്റെ ഒരു ഭീതിയിലാണെന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം മേൽക്കൂരയിലെ കോൺക്രീറ്റിന്റെ ഒരു ഭാഗം റോഡിലേക്ക് വീണിരുന്നു. നിലവിൽ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്ക് 2025 മാർച്ച് 31-നകം ഒഴിഞ്ഞു പോകാൻ നഗരസഭ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. ദീപക് മോഹൻ ചേരുന്നു അവിടെ നിന്നും. ദീപക്, ഈ കഴിഞ്ഞ വർഷം ഏറ്റവും ഒടുക്കം നോട്ടീസ് നൽകിയിട്ടുണ്ടല്ലേ? എത്ര പേർ ഒഴിഞ്ഞു പോയിട്ടുണ്ട്? ഈ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു കെട്ടിടത്തിൽ എത്ര പേർ പ്രവർത്തിക്കുന്നുണ്ട്? ഈ ജനത്തിരക്കുള്ള ഒരിടമാണല്ലോ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? റോഷനി, ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഒരു ഓട്ടോ സ്റ്റാൻഡിന് അടുത്തൊരു റോഡിലാണെന്ന് തോന്നും. ഈ ഓട്ടോ സ്റ്റാൻഡ് മാനന്തവാടി ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിനോട് ചേർന്നുള്ളതാണ്. 4 പതിറ്റാണ്ട്, അതായത് കൃത്യമായി പറഞ്ഞാൽ 1978-ൽ മാവറ വർക്കി ഇവിടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് അന്ന് ഈ കെട്ടിടം നിർമ്മിച്ചത്. അന്ന് ഈ കെട്ടിടം നിർമ്മിച്ചതിന് ശേഷം പിന്നീട് ഇങ്ങോട്ടേക്ക് വർഷങ്ങൾക്കിപ്പുറം ഈ കെട്ടിടത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നത് അൺഫിറ്റ് ആണ് എന്ന് തന്നെയാണ് മാനന്തവാടി നഗരസഭ ഇപ്പോഴും പറയുന്നത്. ഞാൻ അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഈ കെട്ടിടത്തിന്റെ, അതായത് 3 നില കെട്ടിടമാണ്. ഏറ്റവും താഴെയായിട്ടാണ് റോഡരികിനോട് ചേർന്ന് ഓട്ടോ സ്റ്റാൻഡ് ഉള്ളത്. ഈ കെട്ടിടത്തിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആ ഭാഗത്തുള്ള സിമന്റ് പാളി, മേൽക്കൂരയുടെ സിമന്റ് പാളിയാണ് കഴിഞ്ഞ വർഷം അടർന്നു വീണത്. അതിനെ തുടർന്നാണ് ഇവിടെ ഈ നഗരസഭയുടെ അധികൃതർ പിന്നീട് എത്തി ഇത്തരത്തിലൊരു നെറ്റ് അടക്കം സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഈ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തൊക്കെ കയറിയതാണ്. മുകൾ ഭാഗത്തെ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് വലിയ തോതിൽ ശോചനീയമായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. കാരണം ഏത് നിമിഷവും ഈ കെട്ടിടം തകർന്നു വീഴാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. നേരത്തെ ഈ നഗരസഭാ അധികൃതർ ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന 35ഓളം കടകൾ, അതുപോലെ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങൾ അടക്കമുള്ള, സഹകരണ സ്ഥാപനങ്ങൾ അടക്കമുള്ള അവരൊക്കെ നോട്ടീസ് നൽകിയിരുന്നു. 2025 മാർച്ച് 31 ഈ കെട്ടിടത്തിൽ നിന്ന് കടകളെല്ലാം ഒഴിഞ്ഞു പോകണം എന്നാണ് അന്ന് നഗരസഭ പറഞ്ഞത്. എന്നാൽ പിന്നീട് ഇങ്ങോട്ടേക്ക് ഇവരാരും ഒഴിഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടായില്ല. കടക്കാരോട് അല്ലെങ്കിൽ ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലുള്ള ആളുകളോട് കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് തേടേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടെയുള്ള ഓട്ടോ ഡ്രൈവർമാർ ചേട്ടന്മാർ ചേരുകയാണ്. ചേട്ടാ, എന്താ കഴിഞ്ഞ വർഷം ഉണ്ടായത്? അവർ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. ചേട്ടാ, റോഷി, നമുക്ക് ഈ കടകളുടെ ഈ ബസ് സ്റ്റാൻഡിനകത്തേക്ക് കയറിയാൽ കണ്ടാൽ മനസ്സിലാവും. പ്രധാനമായും മാനന്തവാടി കൽപ്പറ്റ പ്രധാന പാതയോരത്താണ് ഈ കെട്ടിടം ഉള്ളത്. നിത്യേന ഒട്ടേറെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അതിനകത്താണ് ഇവിടെ KSRTC ബസ്സും ഒപ്പം പ്രൈവറ്റ് ബസ്സും മാനന്തവാടിയിലെ ഈ ബസ് സ്റ്റാൻഡിനകത്തേക്കാണ് എത്താറ്. നമുക്ക് ഈ ബസ് സ്റ്റാൻഡിനകത്ത് ആളുകൾ ബസ് കാത്തു നിൽക്കുന്നതിനകത്തുള്ള ദൃശ്യമാണ്. ഇതിന് തൊട്ട് മുമ്പിലായി തന്നെ ഒരു കടയുണ്ട്. ആ കടയുടെ തൊട്ട് മുൻപിലുള്ള മാനന്തവാടി ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിന് മുകളിലെ അവസ്ഥ, ഈ ഭാഗത്തുള്ള ഈ സിമന്റിന്റെ മേൽക്കൂരയുടെ കോൺക്രീറ്റ് ഭാഗങ്ങളൊക്കെ നേരത്തെ തന്നെ അടർന്നു വീടുന്നു. ഇവിടെയുള്ള കടക്കാരുടെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. നിങ്ങൾ ഈ കടയിലാണോ? അല്ലല്ല ചേട്ടാ, ഈ കടയിലുള്ള ആളാണോ? ഈ സിമന്റ് കോൺക്രീറ്റ് തകർന്നു വീണ ഏത് സമയം ഓർമ്മയില്ല, ഞാനില്ലായിരുന്നു. ഇല്ലാത്ത സമയത്ത് അറിയില്ലാത്തതായിരിക്കും. റോഷ്നി, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം ഈ കെട്ടിടത്തിന്റെ ഒരു കോൺക്രീറ്റ് പാളി അടർന്നു വീണ സമയത്ത് രാത്രിയായിരുന്നു. ആ സമയത്ത് ആളുകളില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടാകാതിരുന്നത്. പക്ഷേ ഇപ്പോഴും ഇവിടെ ഒരു അപകട സൂചന ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ നോക്കുമ്പോൾ മനസ്സിലായത്. അതുകൊണ്ടാണ് ഈ കെട്ടിടത്തിൽ ഒരു സ്ഥാപനത്തിനും പ്രവർത്തിക്കാൻ ഒരു തരത്തിലുമുള്ള അനുമതി നഗരസഭ നൽകാത്തത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇതാണ് ഇവിടെയുള്ള പോലീസിന്റെ ഔട്ട് പോസ്റ്റ്. ഈ ബസ് സ്റ്റാൻഡിനകത്തുള്ള പോലീസിന്റെ ഔട്ട് പോസ്റ്റാണ്. ഇതിനകത്തേക്ക് കയറിയാനുള്ള ദൃശ്യങ്ങൾ ഏത് നിമിഷവും അടർന്നു വീഴാറുള്ള രീതിയിലാണ് ഇവിടെയുള്ള മേൽക്കൂര. അതിലൊരു ഭാഗം തന്നെ പൂർണ്ണമായി അടർന്നു പോയി. ഇതിനകത്തൊക്കെ ജോലി ചെയ്യുന്ന പോലീസുകാരുടെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ വലിയ ഒരു ആശങ്കയുണ്ട്. നേരത്തെ, അതായത് കഴിഞ്ഞ വർഷം 2025 മാർച്ച് 31 ഏറ്റവും അവസാനമായി ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള രീതിയിൽ കടക്കാർക്ക് നഗരസഭ നോട്ടീസ് നൽകിയത്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഇപ്പോഴൊരു സാഹചര്യം ഏത് നിമിഷവും തകർന്നു വീഴാറാവുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മാനന്തവാടി ബസ് സ്റ്റാൻഡ് കെട്ടിടമെന്ന് നിസ്സംശയം പറയാം. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തവണ, അതായത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനൊടുവിൽ മാനന്തവാടി നഗരസഭ തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ ബസ് സ്റ്റാൻഡ് കെട്ടിടം ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റും എന്നുള്ള തരത്തിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു ഉറപ്പിലേക്ക് എത്തിയിട്ടില്ല. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി തേടിയതിനു ശേഷമായിരിക്കും ഉറപ്പിലെത്തുക എന്നാണ് നഗരസഭ അധികൃതർ പറയുന്നത്. ഏതായാലും മാനന്തവാടി ബസ് സ്റ്റാൻഡ് കെട്ടിടത്തെ സംബന്ധിച്ചിടത്തോളം 1978 നിർമ്മിച്ചിപ്പോൾ 48 വർഷമാകുകയാണ്. പുതിയൊരു ബസ് സ്റ്റാൻഡ്, നിരവധി ആളുകൾ ബസ് കാത്തു നിൽക്കുന്ന സ്ഥലമാണ്. മാത്രമല്ല ഇതിന് സമീപത്തായി കോടതി, മറ്റ്
നിരവധി ഓഫീസുകൾ അടക്കമുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്രയും അരക്ഷിതമായ രീതിയിൽ സുരക്ഷയില്ലാതെ എങ്ങനെയാണ് ആളുകൾ ബസ് കാത്ത് നിൽക്കുക എന്നതിന് കൃത്യമായി തീർച്ചയായും അത് ചോദ്യമാണ് ദീപക്. ദൃശ്യങ്ങളിൽ നിന്ന് മാത്രം വ്യക്തമാകുന്നതാണ്. അതിൽ പ്രതികരണങ്ങൾ ഇല്ലെങ്കിൽ പോലും ആ ദൃശ്യം അത് മനസ്സിലാവുന്നതാണ്. മുകളിലേക്ക് നോക്കിയാൽ മതി. ഒരു ബസ് സ്റ്റാൻഡിലേക്ക് ആളുകൾ വരുമ്പോൾ പോവേണ്ട ബസ്സിലേക്ക് നോക്കണതിന് പകരം സീലിംഗിലേക്കും സൺഷെയ്ഡിലേക്കും നോക്കി നടക്കുക. ഒരു അങ്ങാടിയിലേക്ക് വരുമ്പോൾ സാധനം വാങ്ങാൻ വരുന്നതാണെങ്കിൽ അങ്ങാടിയിലെ കെട്ടിടത്തിന് മുകളിലേക്ക് നോക്കി നടക്കുക. തിരുവനന്തപുരം പോത്തൻകോട്